എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ നിലമ്പൂർ പോയ സമയത്ത് ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിൽ പോയിരുന്നു. ആ സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നീട് ഞാനത് റീഗെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ താഴേക്ക് പോകണം. ടിക്കറ്റ് കൗണ്ടറാണത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ അതപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ആഢ്യൻപാറ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നിലമ്പൂർ പോവുകയാണെങ്കിൽ എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസാണിത് ആഢ്യൻപാറ. അത് തന്നെ വെള്ളച്ചാട്ടം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ മഴക്കാലത്ത് അങ്ങോട്ടൊന്നും പ്രവേശനം ഉണ്ടാവില്ല. ബാരിയർ വെച്ചിട്ടുണ്ട് അവർ. അതുവരെ മാത്രമേ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുള്ളൂ. പിന്നെ മഴക്കാലത്ത് ഇത്തരം സ്ഥലങ്ങൾക്ക് പോകുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. എന്ന് വെച്ചാൽ മഴ കഴിയുന്ന സമയത്ത്, അതായത് നവംബർ ഡിസംബർ ആ ഒരു സമയത്തൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിരുന്നു. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്താൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നി. പക്ഷേ ഇറങ്ങി പോകുമ്പോൾ നല്ല രസമാണ്. ഇടത്ത് വശത്ത് ഒരു കടയൊക്കെ ഉണ്ട്, ചായക്കട. അങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകാം. സൈഡിലൊക്കെ കുറച്ച് പൂച്ചെടികളും ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുക, ഒരുപാട് ഒരു ഓർഗനൈസ്ഡായിട്ടൊന്നും അത്ര കണ്ടില്ല. സാധാരണ ഇത്തരം ടൂറിസ്റ്റ് പ്ലേസസിലുണ്ടാകുന്ന രീതിയിലൊന്നും ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതാണ് ആഢ്യൻപാറ. അവിടെ കുളിച്ച് ഡ്രസ്സ് മാറാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നവർക്ക്. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ചകിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൺതിട്ട പോലെ പാറപ്പുറത്തുണ്ടാക്കിയിട്ട് അതിനകത്ത് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെടികൾ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടു നോക്കൂ, നല്ല രസമുള്ള സീനാണ്. നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാടൊന്നുമില്ല. അതാണ്. അപ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിരിക്കുമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറേ നമ്മൾ ആസ്വദിച്ചിരുന്നു കേട്ടോ. വേനൽക്കാലമായതുകൊണ്ട് വെള്ളത്തിൻ്റെ വലിയ ശല്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ട്, അതിന് ഒഴുക്കുമുണ്ട്. അതുകൊണ്ട് പേടിക്കാതെ നമുക്ക് ഇറങ്ങാം. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. പക്ഷേ എന്നാലും അതിന് ഒഴുക്കുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറേ സമയം ചിലവഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. നല്ലൊരു അനുഭവമായിരുന്നു ആഢ്യൻപാറ. നമുക്ക് എന്താ പറയുക, പീസ്ഫുള്ളായിട്ടിങ്ങനെ ഇരിക്കാം. അതാണ്, ഒരുപാട് തിരക്കുകളൊന്നുമില്ല. നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. കണ്ടില്ലേ, ഇതൊക്കെ ചകിരി വെച്ചിട്ടാണ് ബോർഡർ വെച്ചിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ടാണ് ഈ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. മഴക്കാലമാകുമ്പോൾ ഇതൊക്കെ മൂടി പോകുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വേലി ഉണ്ട്. ഈ വേലിക്കെട്ടിനപ്പുറം മഴക്കാലത്ത് പ്രവേശനമില്ല കേട്ടോ. അപ്പുറത്ത് മല കാണാം. പിന്നെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും ഉണ്ട് ഇവിടെ. അവിടെയും ഞങ്ങൾ പോയിരുന്നു. ഇതാണ് കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത ആൾക്കാർ ഈ വെള്ളത്തിലേക്ക്, കുഴിയിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വെള്ളമുള്ള സമയത്ത്. അപ്പോൾ ഈ പാറപ്പുറത്ത് ശരിക്കും മഴയുണ്ടാകുന്ന സമയത്ത് നല്ല വഴുവഴുപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ പോകാൻ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളിറങ്ങി അവിടെ ആ ഒരു പോണ്ട് ലൈക്ക് ഒരു സംഗതിയുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ കുറേ സമയം ചിലവഴിച്ചു. അപ്പോൾ നിലമ്പൂരൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് കേട്ടോ ആഢ്യൻപാറ വെള്ളച്ചാട്ടം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. കണ്ടു നോക്കൂ.